5 കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയെ വസ്തുതാവിരുദ്ധമായ രീതിയിൽ മെൻഷൻ ചെയ്തു. OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മിനിമാക്സ് എന്നുള്ള സ്ഥാപനം പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു, കരാറുകൾ നൽകിയില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് അവരുടെ പത്രസമ്മേളനങ്ങളിലും മറ്റും കാണാൻ പറ്റിയത്. എനിക്ക് കിട്ടിയ രീതിയിലുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്, OTT അവകാശത്തിന് ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജിയോ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു. ഇതേ തുടർന്ന് നിയമ നടപടിക്ക് അസോസിയേഷൻ ഒരുങ്ങുന്നത്. മിനിമാക്സ് തട്ടിപ്പ് നടത്തിയതിന് തെളിവ് ലഭിച്ചതായും അസോസിയേഷൻ എന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ക്ലിപ്പിംഗ്. ഇതിലാദ്യം തന്നെ ജിയോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പിക്ചറിൽ വന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ബ്രാഞ്ചോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇല്ല. കാനഡ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ഞങ്ങൾ അതിന്റെ ഫ്രാഞ്ചൈസ് ആണ് നടത്തുന്നത്. അതിൽ ഒരു ഡയറക്ടർ എൻ്റെ വൈഫാണ്, മറ്റൊരാൾ എൻ്റെ കസിനാണ്. 2 ലേഡീസ് നടത്തുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം നോയിഡയിൽ സെക്ടർ 63-ലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ അറിവിൽ ഇന്നേ വരെ ഒരു പ്രൊഡ്യൂസറും അവിടെ വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 1-2 പ്രൊഡ്യൂസറിനെ ഒരു ട്രയലായിട്ട് കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് കൃത്യമായ രേഖകളുണ്ട്. എന്നതിലുപരി വേറെ ഒന്നും എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു വിഷയങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. അതായത് ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ ലേണിംഗ് പീരീഡിലാണ് ഞങ്ങളുള്ളത്. ആ സമയത്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പോലെയുള്ള ഒരു വിൻപൻ സംഘടന, ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ സംഘടന എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു സംഘടന ഞങ്ങളെ പോലത്തെ ഒരു സ്റ്റാർട്ടപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ആകെ 6 മാസം. ഈ 6 മാസത്തിന്റെ തുടക്കകാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, മലയാള സിനിമാ മേഖലയിൽ കള്ളപ്പണത്തിന്റെ തുടങ്ങിയിട്ടുള്ള ഒരു ആന്റി ആക്ടിവിറ്റീസിന്റെ, ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ ഒരു കുത്തൊഴുക്ക് എന്ന് കണ്ടതിനെ തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും എൻഫോഴ്സ്മെന്റിനും അടക്കം ഒരു പരാതി അയച്ചിരുന്നു. പരാതിയുടെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് തരാവുന്നതാണ്. ഞാൻ ആരെയും പേരെടുത്തോ മറ്റോ പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാവുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പല സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവരുടെ ബഡ്ജറ്റ്, ഒരു ഉദാഹരണത്തിന് 30 കോടി രൂപ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഞാൻ അക്കൗണ്ട്സ് ചോദിച്ചപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള കണക്ക് 12 കോടി രൂപയാണ്. ഈ ബാക്കി 18 കോടി രൂപ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അത് അൺഅക്കൗണ്ടഡ് മണിയാണ്, ക്യാഷ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പൗരപ്രമുഖനായിട്ടുള്ള 5ഓളം സിനിമകൾ ഓരോ കൊല്ലവും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പറഞ്ഞതിനെ തുടർന്നാണ് ആദ്യത്തെ ഒരു ക്ലാഷ് വരുന്നതും. ഞാൻ ആ പ്രൊജക്ട് ഇപ്പോഴും നടന്നിട്ടില്ല. ഞാൻ എൻ്റെ എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും അതിന്റെ ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് MOU ചെയ്തിട്ടുള്ള ഒരു ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള MOU ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു പ്രമുഖ ഫൈനാൻസറാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തും ഇതേ സെയിം അനുഭവം ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ കടമ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന്റെ അലയൊലികൾ നിങ്ങൾക്ക് ഇന്നലെയും കൂടെ അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കും. ഈ റീസെന്റ് നടന്നിട്ടുള്ള റെയ്ഡുകളെല്ലാം അതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ അന്ന് കൊടുത്ത പരാതിയുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ഊഹിച്ചാലേ. ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ ചെയ്തു എന്നതൊഴിച്ച് മറ്റൊന്നും ഞങ്ങളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു പത്രവാർത്ത അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ മാത്രം അസോസിയേഷനുമായി ഞാൻ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ശ്രീയാദ് ഗോക്കർ അടക്കമുള്ള ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. വ്യക്തിപരമായിട്ട്. അപ്പം ആ ബന്ധത്തിന്റെ പുറത്ത് ഞാൻ കൊച്ചിയിൽ വരുന്ന സമയങ്ങളെല്ലാം കാണാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ മകളും യുവ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷർമിൻ സിയാദുമായിട്ടൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കോൾ കൊണ്ടോ ഒരു മെയിൽ കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ പോലും എന്താണ് ഞങ്ങളുടെ ബിസിനസ് എന്നോ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചോദിച്ചിട്ടില്ല. അതുപോലും ചോദിക്കാതെയാണ് ഇത്രയും വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അവർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ഈ ഇഷ്യൂ നടന്ന ഓൺ ദ സ്പോട്ടിൽ, അതായത് 25-ാം തീയതി അന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എന്റെ കയ്യിലുള്ള എല്ലാ രേഖകളും, ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ന് ഉദ്ദേശിച്ച എന്റെ സ്ഥാപനം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതും. ഏകദേശം 10 ദിവസത്തിന്റെ അടുത്തായി ഇതുവരെ ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതിന്റെ തുടർ നടപടികൾ വിശദീകരിക്കാനും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ
കാരണം സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിൽ പ്രചാരം തന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് പേഴ്സണലി ബിസിനസ്സിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊരു മൾട്ടിപർപ്പസ് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ബേസിക്കലി കൺസൾട്ടൻസി സ്ഥാപനമാണ്. അപ്പോൾ ഇങ്ങനൊരു വിവാദം എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ, കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾക്ക് നാഷണൽ വൈഡ് ഞങ്ങളുടെ ബിസിനസിനെ നന്നായി ബാധിക്കും. അതിന്റെ ഒരു വിശദീകരണം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രസ് മീറ്റിൽ ഞാൻ വന്നിരിക്കുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നത്. ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്ന മുറയ്ക്ക് അതിനെപ്പറ്റി ടെക്നിക്കലി അറിയാവുന്ന ആളുകളെ വെച്ച് ഞങ്ങൾ അത് ശരിയാക്കി തരുന്നു എന്നുള്ളതാണ് സിമ്പിൾ. ഇത് തന്നെയാണ് ഞങ്ങൾ OTT-യിലും ചെയ്തത്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന്റെ അടുത്തായി മലയാള സിനിമകൾ OTT-യിൽ വിറ്റ് പോകുന്നില്ല. പല സൂപ്പർ സ്റ്റാർ പടങ്ങളടക്കം പലതും വിറ്റ് പോകുന്നില്ല. പലതും പേപ്പർ വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഒരു വ്യൂവിന് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ അത് പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നിയതിനെ തുടർന്നാണ് 6 മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ലൈസൻസുകൾ മുതലുള്ള എല്ലാ കാര്യങ്ങളുടെയും കൺസൾട്ടൻസി സർവീസാണ്. അതാണ് ഈ പ്രൊഫഷണൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നിലവിൽ ഇപ്പം 3 രീതിയിലാണ് എഗ്രിമെന്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡബിംഗ് തുടങ്ങിയിട്ടുള്ള VFX തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ സഹായം തേടാറുണ്ട്. അതുമായിട്ടൊരു കരാർ, എല്ലാതും ഒരു കരാറിന്റെ പുറത്താണ് ചെയ്യാറ്. അതല്ലെങ്കിൽ OTT അവകാശങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ച്, ഈ OTT അവകാശം വിൽക്കുക എന്ന് പറയുന്ന ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയം മുതൽ അതിന്റെ പ്രൊമോ മുതലുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പം മലയാള സിനിമയിൽ ഏകദേശം എന്റെ അറിവിൽ 200ഓളം സിനിമകൾ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പുഷ്പ 2 എന്ന് പറയുന്ന ഒരു മൂവി ഇത്രയോ മാസങ്ങൾക്ക് മുന്നേ വിറ്റ് പോയിട്ടുണ്ട്, അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോലില്ല. ഈ ഒരു സെനാരിയോയില് നമുക്ക് എങ്ങനെ ഒരു മലയാള സിനിമ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന സർവീസ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് എന്നും കൂടെ വ്യക്തമാക്കണമല്ലോ. ഞങ്ങൾക്കെതിരെ തെളിവ് കിട്ടി. ഈ പറഞ്ഞ ഒരു പ്രൊഡ്യൂസറും എന്നെ കണ്ടിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് സ്റ്റാഫില്ല, ഓഫീസില്ല. പിന്നെ എന്തിന്റെ ബേസിലാണ് ഞാൻ ആകെ സൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു 5ന്റെ അടുത്ത് കോൺട്രാക്ടാണ് ട്രയൽ ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഓരോ കോൺട്രാക്ട് ഓരോ സ്വഭാവത്തിലാണ്. പിന്നെ എന്തിന്റെ പുറത്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ED തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ വിമർശിച്ചുകൊണ്ട് ഞാൻ 20-ാം തീയതി 21, 22 ഒക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അവരെ എന്താ പറയാ കൊളോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞ വെറുപ്പിച്ച കാരണമാണ് എന്റെ പേര് ഒരു പരാമർശിച്ചതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എന്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്റെ അടുത്തൊരു കോംപ്രമൈസ് ടോക്ക് ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു. അതിൽ നല്ല എനിക്ക് മനസ്സിലായിട്ടില്ല. അതല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് എനിക്കൊരു വിഷയമല്ല. ഇനി അങ്ങനെ ഒരു വിഷയം അവർക്ക് ജെനുവിനായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 25-ാം തീയതി ഞാൻ കൊടുത്തൊരു കത്ത്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്, എന്റെ ഡോക്യുമെന്റ് കാണിക്കാൻ തയ്യാറാണെന്ന് കൊടുത്ത മെയിലിന് പോലും എനിക്കൊരു മറുപടി ഇല്ല. ഞാൻ എന്റെ അഗ്രിമെന്റിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. അതിൽ ജിയോ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം മൊത്തം ഞാൻ എടുക്കും. പറയുമ്പോ എല്ലാം പറയണോ. OTT എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വാലിഡ് ഉണ്ടായിരുന്നു. ഈ ജിയോ എങ്ങനെയാണ് ഈ പിക്ചറിലേക്ക് വന്നതെന്ന് എനിക്കും അറിയില്ല. ഒരു പക്ഷേ ജ്യോതി ദേശ്പാണ്ഡ എന്ന് പറയുന്ന ഒരാളുമായിട്ട് എനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു, പണ്ടൊരു ആരോപണം ഉണ്ടായിരുന്നു. മേ ബി അത് വെച്ച് കണക്ട് ചെയ്തതായിരിക്കും. അതല്ലാതെ എനിക്ക് ജിയോ എന്ന് പറയുന്ന ഒരു ബാനറുമായിട്ട് എങ്ങനെയാണ് ഞാൻ കണക്ട് ആവുന്നത് എന്ന് എനിക്കറിയില്ല. ടു ബി ഹോണസ്റ്റ്ലി ജിയോയുമായിട്ട് ഞങ്ങൾക്ക് സംസാരങ്ങളുണ്ട്. നെറ്റ്ഫ്ലിക്സുമായിട്ടുണ്ട്, സോണിയുമായിട്ടുണ്ട്, സിയുമായിട്ടുണ്ട്, ഹോട്ട്സ്റ്റാറുമായിട്ടുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും ഇപ്പൊ ഹോട്ട്സ്റ്റാറിന്റെ ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് മിസ്റ്റർ ദിലീപ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ ഒക്കെ ഹെഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന ആളായിരിക്കും, ചോദിച്ചാലറിയാം. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പേരൊന്നും പറയാതെ ജിയോ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം എന്റെ ഈ ഒരു വിഷയത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, OTT അവകാശത്തിന് ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയില്ലെന്ന് ജിയോ സിനിമ എന്ന് പറയണമെങ്കിൽ ഞാൻ പറയാമല്ലോ ജിയോ സിനിമ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതെവിടെയും പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്റെ ഫേസ്ബുക്കിലടക്കം ഞാൻ അതിന്റെ എല്ലാം കോപ്പി കൊടുത്തിട്ട് മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല, അത് തെറ്റിദ്ധാരണാജനകമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ FB പോസ്റ്റ് ഇട്ടതാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ്. ഞങ്ങളെപ്പോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഒരു ഇൻഫോർമേഷനും ഇല്ല.